കൊച്ചി നഗരത്തിലേക്ക് വന്നാലോ അവിടെയും തെരുവുനായ ശല്യം രൂക്ഷമാണ്. KSRTC ബസ് സ്റ്റാൻഡിനെയും സൗത്ത് റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന ഗാന്ധിനഗർ റോഡിൽ തെരുവുനായകൾ വിലസുകയാണ്. നായകൾ കൂട്ടത്തോടെ എത്തുന്നതിനാൽ കടിയേൽക്കുമെന്ന ഭീതിയിലാണ് യാത്രക്കാർ. ഈ വഴിയിൽ രാത്രികാലങ്ങളിൽ യാത്രക്കാരെ നായ ഓടിക്കുന്നത് പതിവാണ്. ഷഹബാസ് അഹമ്മദ് ചേരുന്നു പ്രദേശത്ത് നിന്നും. ഷഹബാസ്, CCTVകളിൽ നിന്ന് നമ്മൾ കാണുന്ന പല ദൃശ്യങ്ങളിലും പിന്നാലെ പായുന്ന നായ്ക്കളാണ്. കുട്ടികളുടെ അടക്കം പിന്നാലെ പാഞ്ഞ് അവരെ വീഴ്ത്തി അവരെ ആക്രമിക്കുന്ന നായ്ക്കൾ. ഇത് എപ്പോൾ നമ്മുടെ മുന്നിൽ ചാടും, എപ്പോൾ ആക്രമിക്കുമെന്ന് ഒരു പിടിയുമില്ല. അത്രത്തോളം ഭീതിയാണ്. വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, ഒരു അമ്മയും മകനും ബൈക്കിൽ പോകുമ്പോൾ മുന്നിലൊരു തെരുവുനായ ചാടി ബൈക്കിൽ നിന്ന് വീണ ആ അമ്മ മരിക്കുകയാണ്. അങ്ങനെ മരണങ്ങൾ പോലും സംഭവിക്കുന്നു. അപ്പോൾ തെരുവുനായയുടെ ആക്രമണം നേരിട്ട് മാത്രമല്ല, ഈ തെരുവുനായ ശല്യം കാരണം പരോക്ഷമായി തന്നെ ഉണ്ടാകുന്ന അപകടങ്ങളും മരണങ്ങളും ഇതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കണക്കുകൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. കൊച്ചിയിലെ സ്ഥിതി എന്താണ് ഷഹബാസ്? റോഷ്നി, കേരളത്തിലുടനീളമുള്ളതുപോലെ കൊച്ചി നഗരത്തിലും തെരുവുനായകളുടെ ശല്യം അതിരൂക്ഷമാണ്. പ്രധാനപ്പെട്ട തെരുവീതികളെല്ലാം ഈ നായകൾ കൂട്ടത്തോടെ വന്ന് കീഴടക്കിയിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. കുറച്ചു മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടതാണ്. പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ മുഖത്ത് തെരുവുനായ ആക്രമിച്ചുകൊണ്ട് ഗുരുതരമായി പരിക്കേൽപ്പിച്ച വാർത്ത നമ്മൾ കേട്ടതാണ്. അതുപോലെ കണ്ടെയ്നർ റോഡിൽ ബൈക്കിന് മുന്നിൽ നായ ചാടിക്കൊണ്ട് ആ യാത്രക്കാരൻ മറിഞ്ഞു വീണ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിനെയും സൗത്ത് റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന ഗാന്ധിനഗർ എന്ന ഈ പ്രദേശത്തുള്ള ഈ റോഡിലാണ്. ഇവിടെയുള്ള പ്രദേശവാസികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശത്തുള്ളവരിൽ ഒരാൾ പോലും തെരുവുനായ കടിയേൽക്കാത്തവരോ അല്ലെങ്കിൽ ഓടിക്കാത്തവരോ ആയി ആരുമില്ലെന്നാണ്. ഈ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, തൊട്ടടുത്തൊക്കെ മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങളുണ്ട്. ഈ വീടുകളിൽ നിന്നുള്ള ഭക്ഷ്യമാലിന്യങ്ങളടക്കം പല സ്ഥലങ്ങളിലായി തള്ളിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് മാർക്കറ്റുണ്ട്. അങ്ങനെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ ഇതുവഴി പോകുന്ന എല്ലാ വാഹനയാത്രക്കാരെയും ഇരുചക്ര വാഹനയാത്രക്കാരെയും ഒക്കെ തെരുവുനായകൾ പിന്നാലെ ഓടിച്ചുകൊണ്ട് അവരെ വീഴ്ത്തിയിടാറുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കാറുണ്ട്. ഈ തെരുവുനായ ഓടിച്ചുകൊണ്ട് അവയുടെ കടിയേൽക്കാതെ രക്ഷപ്പെടാൻ ഓടിയ പലർക്കും വലിയ പരിക്കേറ്റുണ്ട്. ഈ പ്രദേശവാസികൾ തന്നെയുണ്ട്. ചേട്ടാ, ഈ പ്രദേശത്തുള്ള എല്ലാവരെയും തെരുവുനായ ഓടിക്കുന്നുണ്ട്. വെളുപ്പിന് നമുക്ക് നടക്കാൻ പറ്റില്ല. ഒരു 3 മണി തുടങ്ങി അങ്ങ് അറ്റം വരും. ആ റെയിൽവേ സ്റ്റേഷൻ വരെ പട്ടരം മേടാണ്. എന്നെ പട്ടി ഓടിച്ചിട്ട് കടിച്ച് ഞാൻ പിന്നെ വണ്ടി പേപ്പർ ഇടാൻ പോണ ആളെ ഞാനിപ്പോൾ വടിയും കൊണ്ടാണ് പോണത്. ഇഞ്ചക്ഷൻ എടുത്ത് എറണാകുളത്ത് ഇഞ്ചക്ഷൻ എടുത്ത് എല്ലാം കളിയായി. പട്ടി ചേട്ടന് കടിയേറ്റിരുന്നു? എന്നെ കടിച്ചു പട്ടി. എപ്പോഴായിരുന്നു കടി? ഇപ്പോൾ 2 മാസമായി. 2 മാസത്തോളം. എവിടെ? കാലിലാണോ? ആ, കാലിലുള്ളൂ. ഈ സൈഡിലായിട്ട്. ഞാൻ സൈക്കിളിൽ പോകുന്നത് പെട്ടെന്ന് ചാടി വട്ടം ഞാൻ വീണ് ചാടി കടിച്ചിട്ട് പിന്നെ ഞാൻ എണീറ്റ് ആൾക്കാർ വന്നപ്പോഴത്തേക്കും വന്ന് പിന്നെ വടിയൊക്കെ ആയിട്ട് അവർ ഓടിച്ചിട്ട്. പക്ഷേ എപ്പോഴും പട്ടര കേന്ദ്രമാണ് ഇവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റില്ല. ശരിക്കും ഒരു വണ്ടി പോലും പെട്ടെന്ന് വട്ടം ചാടും. ബൈക്കുകാരൻ ഒരാൾ ആളി വട്ടം ചാട്ടി അയാൾ വീണ്. ഞാൻ സൈക്കിളിൽ പുറകെ ഉണ്ട്. അപ്പോൾ ഞാൻ അയാളെ എണീപ്പിച്ച് പട്ടിനെ ഓടിപ്പിച്ചിട്ട് വടിയുള്ളതുകൊണ്ട് നമുക്ക് വടി കൊണ്ട് നടക്കേണ്ട ഗതിയായിപ്പാ. ചേട്ടാ, എല്ലാവരും ഓടിക്കല്ലേ? ഭയങ്കര പ്രശ്നമാണ്. അപ്പുറത്തെ റോട്ടിലും ഇഷ്ടംപോലെ പട്ടികളാണ്. ഇപ്പുറത്തെ റോട്ടിലും മാർക്കറ്റിൻ്റെ അവിടെ പരിസരത്ത് ഫുള്ള് പട്ടികളാണ്. ചിലപ്പോൾ ഒന്നും ചെയ്യില്ല, ചിലപ്പോൾ അവർ ആക്രമിക്കും, ചിലപ്പോൾ ഒന്നും ചെയ്യില്ല. ചേട്ടനെ ഓടിച്ചിട്ടുണ്ടല്ലോ പട്ടി? പിന്നെ പട്ടി ഓടിച്ചിട്ട് എൻ്റെ 14 സ്റ്റിച്ചത്. എന്തായിരുന്നു സംഭവിച്ചത്? വണ്ടിയിൽ നിന്ന് വീണ് പട്ടി ഓടിച്ചിട്ട് വട്ടം ചാടി ഫ്രണ്ടിൽ കയറി. ചേട്ടൻ രാവിലെ നേരത്തെ പോകുന്ന ആളാണോ? പിന്നെ ഞാൻ 1 മണി 2 മണി ഞാൻ മേടിച്ച് പണിക്ക് പോണത്, ഇറച്ചി പണിക്ക്. അപ്പോൾ എനിക്ക് നേരത്തെ പോകണ്ടേ. അപ്പം ഞാൻ ഈ നടന്ന് ചിലപ്പോൾ നടന്നായിരിക്കും ചിലപ്പോൾ 2 വീലറായിരിക്കും വണ്ടിയില്ലാത്ത സമയത്ത് നടന്നു പോകും. 2 വീലറാണെങ്കിൽ ഇതിൽ പോവും. അതാണ് റോഷ്നി, ആർക്കും രക്ഷയില്ലാത്ത സാഹചര്യമാണ്. അത് ഇരുചക്ര വാഹനക്കാരായാലും കാൽനട യാത്രക്കാരായാലും അല്ലെങ്കിൽ രാവിലെ പത്രമിടാൻ പോകുന്നവരായാലും ഈ പ്രദേശത്തുള്ളവരായാലും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരായാലും ആരായാലും പട്ടി ഈ വഴി പോയാൽ ഓടിക്കുമെന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്കും KSRTC ബസ് സ്റ്റാൻഡിലേക്കും ഒക്കെ നിരവധി യാത്രക്കാരും വിദ്യാർത്ഥികളും ഒക്കെ ദിനേന കടന്നു പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ ഇത്രത്തോളം ശല്യം ഉണ്ടായിട്ടും ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ ഈ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഈ നാട്ടുകാർക്കുള്ളത്. കാരണം ഇത്രയും ജനത്തിരക്കുള്ള ഒരു വഴി, നിരവധി വാഹനങ്ങൾ പോകുന്നു. രാവിലെ പുലർച്ചെ മുതൽ ആളുകൾ പല ജോലിക്കായി കടന്നു പോകുന്ന വഴി. ഈ ഭാഗത്ത് നിരവധി വേസ്റ്റുകൾ കൂടിക്കിടന്നിട്ടും അതൊന്നും മാറ്റാനോ അല്ലെങ്കിൽ ഈ തെരുവുനായകളെ ഷെൽട്ടറിലേക്ക് മാറ്റാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ലെന്ന് പരാതി നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഈ പ്രദേശത്തൊക്കെ പലയിടത്തും ഈ ഭക്ഷ്യമാലിന്യങ്ങളടക്കം തള്ളിയിരിക്കുന്നത് കാണാം. കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു മാലിന്യ കൂമ്പാരം തന്നെയുണ്ട്. അവിടെ പട്ടികൾ കൂട്ടത്തോടെ എത്തിയാണ് രാത്രി വിഹരിക്കുന്നത്. 1ഉം 2ഉമല്ല 10ഉം 15ഉം 20ഉം 30ഉം വരെ പട്ടികൾ ഉണ്ടാവാറുണ്ടെന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. എറണാകുളം ജില്ലയുടെ പല സ്ഥലങ്ങളിലും നഗര ഗ്രാമ
വ്യത്യാസമില്ലാതെ ഇത് തന്നെയാണ് സ്ഥിതി. എറണാകുളം ജില്ലയുടെ പ്രധാന വരുമാന മാർഗമായ ടൂറിസം മേഖലയിൽ ഈ ഫോർട്ട് കൊച്ചിയിലടക്കം തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ, വിനോദസഞ്ചാരികളെ ഒക്കെ നായ ഓടിച്ചിട്ട് കടിക്കുന്ന സ്ഥിതി പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള പല വാർത്തകളും നമ്മൾ ഈ സമയങ്ങളിലൊക്കെ കേൾക്കാറുള്ളതാണ്. അങ്ങനെ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ഒന്നും രക്ഷയില്ലാത്ത സ്ഥിതിയാണ് നിലവിൽ കൊച്ചി നഗരത്തിലുള്ളത്. ഏത് സമയത്തും ഈ വഴി കടന്നു പോകുമ്പോൾ നായ്ക്കൾ ആക്രമിക്കാമെന്ന സ്ഥിതിയാണ്. പകൽ അങ്ങനെ കടിയില്ല, രാത്രി കാലങ്ങളിലാണ്. ഒരു 6 മണിക്ക് ശേഷം വെയിലാറിക്കഴിഞ്ഞാൽ ഈ നായകളൊക്കെ പുറത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ പലയിടത്തുമായി ഇരിക്കുന്ന നായകളാണ്. അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഈ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടിയേൽക്കുമെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ നായ ഓടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിക്കുണ്ടാക്കുമെന്ന സ്ഥിതിയാണ് നിലവിൽ ഈ നഗരപ്രദേശങ്ങളിലുള്ളത്. റോഷ്നി, ഷബാസ് പറഞ്ഞതുപോലെ അവിടെയും നമുക്ക് കാണാം, കൂട്ടമായി തന്നെ നായ്ക്കൾ വന്ന് ആക്രമിച്ചു. നായയുടെ ആക്രമണമേറ്റ മനുഷ്യരെ അവിടെയും കണ്ടു. ഗാന്ധിനഗർ റോഡിൽ നിന്നാണ് ഷഹബാസ് അഹമ്മദ് വിവരങ്ങൾ നൽകിയത്.